പഞ്ചാബിലെ ഹരീഷ് റാണ എന്ന ആൾക്ക് ദയാവധം സുപ്രീം കോടതി അനുവദിച്ചു. ഇന്നലെയാണ് ദയാവധം സുപ്രീം കോടതി അനുവാദം കൊടുത്തത്. ജസ്റ്റിസ് JB പർദിവാലയും ജസ്റ്റിസ് KV വിശ്വനാഥനുമാണ് സുപ്രധാനമായ ഈ ഓർഡർ ഇറക്കിയത്. പഞ്ചാബിലെ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന ഹരീഷ് റാണ 18 വയസ്സുള്ളപ്പം അവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുന്നതിൻ്റെ 4ാം നിലയിൽ നിന്ന് താഴെ വീണു. ആ കുട്ടി ഹെഡ് ഇഞ്ചുറി ഉണ്ടായി. അന്ന് മുതൽ അബോധാവസ്ഥയിലാണ്. ആ കുട്ടി അബോധാവസ്ഥയിലായിട്ട് 13 വർഷം കഴിഞ്ഞിരിക്കുന്നു. മാതാപിതാക്കളുടെ വീടുകളും സ്വത്തുക്കളും എല്ലാം വിറ്റു. അവർക്ക് ഡൽഹിയിലെ മഹാവീർ എൻക്ലേവിൽ ഒരു വീടുണ്ടായിരുന്നു, അതും വിറ്റു, പാപ്പരായി. പക്ഷേ തങ്ങളുടെ കുട്ടി എപ്പോഴെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്നാണ് ആ മാതാപിതാക്കൾ വിശ്വസിച്ചത്. കാരണം നല്ലതായിട്ട് പഠിക്കാൻ കഴിവുള്ളൊരു കുട്ടിയായിരുന്നു. എഞ്ചിനീയറിംഗ് കോളേജിലെ ആ ഹോസ്റ്റലിൻ്റെ മുകളിലെ 4ാം നിലയിൽ നിന്ന് അബദ്ധവശാൽ താഴെ വീണു, ഹെഡ് ഇഞ്ചുറി ഉണ്ടായി. ആ സമയം മുതൽ അബോധാവസ്ഥയിലാണ്. ഓരോ നിമിഷവും അവർ പ്രതീക്ഷിച്ചു മകൻ തിരിച്ചു വരുമെന്ന്. ഒന്നും ഉണ്ടായില്ല. വർഷങ്ങൾ കടന്നുപോയി. ഇപ്പോൾ മകന് 31 വയസ്സ് പ്രായമുണ്ട്. അവർക്ക് പ്രായമായി 2 പേർക്കും ഇനി മകനെ സംരക്ഷിക്കാനും കഴിയില്ല. സാമ്പത്തികമായും തകർന്നു. അങ്ങനെ സുപ്രീം കോടതിയിൽ 2024 ജൂലൈയിലെ ദയാവധത്തിനായി സുപ്രീം കോടതിയിൽ ആദ്യം സമീപിച്ചു. പിന്നീട് 2025 കഴിഞ്ഞ ഒക്ടോബറിലും സുപ്രീം കോടതി എയിംസിൻ്റെ ഹോസ്പിറ്റലിൽ സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തു. കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് മനസ്സിലാക്കിയ സുപ്രീം കോടതി യന്ത്രസഹായത്തോടെ മാത്രമേ കുട്ടിക്ക് ജീവൻ നിലനിർത്താൻ കഴിയുള്ളൂ എന്ന് മനസ്സിലാക്കി സുപ്രീം കോടതി അർത്ഥമില്ലാത്ത ഒരു ജീവിതമാണ് ഇപ്പോൾ ആ കുട്ടിക്കുള്ളത്. വെന്റിലേറ്ററിൻ്റെ സഹായം പിൻവലിച്ചാൽ ഉടൻ കുട്ടി മരിക്കും. എന്തായാലും സുപ്രധാനമായ ഈ തീരുമാനം ജസ്റ്റിസ് JB പർദിവാലയും KV വിശ്വനാഥനും എടുത്തു. എങ്കിലും അവർ ഈ കാര്യത്തിൽ വളരെയധികം ആലോചന നടത്തുകയും ഇക്കാര്യത്തിലെ ഡോക്ടർമാരുടെ സെക്കൻഡ് ഒപ്പീനിയൻ വരെ വാങ്ങിക്കുകയും വിശദമായ വാദങ്ങൾ കേൾക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷമാണ് ഈ തീരുമാനം ഇന്നലെ എടുത്തത്. കാരണം ഇനി ആ കുട്ടി ജീവിച്ചിട്ട് പ്രയോജനമില്ല, ജീവിച്ച് യന്ത്രസഹായത്തോടല്ല ജീവിക്കാനും കഴിയില്ല. അതുകൊണ്ട് സുപ്രധാനമായ ഒരു തീരുമാനത്തിലേക്ക് സുപ്രീം കോടതി വന്നു. ദയാവധം ഇന്ത്യയിൽ സാധാരണമല്ല, വളരെ റെയറാണ്. ഏതായാലും മകൻ കോമ സ്റ്റേജിലായിട്ട് 13 വർഷമായി. മാതാപിതാക്കൾക്ക് നല്ല പ്രായമായി. ഇനി അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് സുപ്രീം കോടതിയിൽ അപേക്ഷിക്കേണ്ടി വന്നു, മകന് ദയാവധം വേണം. സുപ്രീം കോടതി അതിന് ചില തീരുമാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ദയാവധം നടത്താനായിട്ട് 31 വയസ്സുള്ള കുട്ടിക്ക് അതിന് സാധാരണഗതിയിൽ നമ്മൾ സുപ്രീം കോടതി പറയുന്ന വാക്ക്, അല്ലെങ്കിൽ നമ്മൾ പറയും യൂത്തനേസിയ എന്നാണ് അതിൻ്റെ വാക്കിൻ്റെ ഇംഗ്ലീഷിൽ പദം. യു എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് പദത്തിൽ ഗുഡ് എന്നാണ് അർത്ഥം. അതുപോലെ തനേഷ്യ എന്ന വാക്ക് അത് വധം, നല്ല വധം എന്നുള്ള രീതിയിലാണ് യൂത്തനേഷ്യ എന്നുള്ള വാക്ക്, ഗ്രീക്ക് വാക്ക് വരുന്നത്. എന്തായാലും ഇതുപോലെയുള്ള ചില തീരുമാനങ്ങൾ ഹൈദരാബാദിലെ കോടതികളൊക്കെ നടത്തിയിട്ടുണ്ട് നേരത്തെ. എങ്കിലും സുപ്രീം കോടതി ഇപ്പം ലീഗലൈസ് ചെയ്തു അത്. ആ റിപ്പോർട്ട് മുഴുവൻ കണ്ടു സുപ്രീം കോടതി. അഡീഷണൽ സോളിസിറ്റർ ഐശ്വര്യ ഷെഡ്ഡി ഉണ്ടായിരുന്നു. അതുപോലെ അഡ്വക്കേറ്റ് രാഷിം നന്ദകുമാറാണ് ആ കുട്ടിക്ക് വേണ്ടി ഹൈക്കോടതിയിൽ സുപ്രീം കോടതിയിൽ ഹാജരായി. കോടതി പറഞ്ഞു, ഇറ്റ് ഈസ് എ സാഡ് റിപ്പോർട്ട്, വി കനോട്ട് കീപ് ദിസ് ബോയ് ഇൻ ദിസ് സ്റ്റേജ് എന്ന് സുപ്രീം കോടതി പറഞ്ഞു വെച്ചു. അതുകൊണ്ട് ആക്റ്റീവും പാസീവായ യൂത്തനേഷ്യ ഉണ്ട്, നമുക്കറിയാം. വോളണ്ടറി ആയിട്ടുള്ള യൂത്തനേഷ്യയാണിത്.
ഒരു നല്ല മരണം വോളണ്ടറി ചെയ്ത് വരുന്നതാണ്. അത് ആക്റ്റീവ് യൂത്തനേഷ്യ എന്ന് പറയാം നമുക്കതിന്. അപ്പോൾ അത് സുപ്രീം കോടതി പറഞ്ഞത് സഡനായിട്ട് പിൻവലിക്കരുത്. നമുക്ക് ആ വെൻറ്റിലേറ്ററിൽ കിടക്കുമ്പോൾ നമുക്കറിയാം അത് പതുക്കെ പതുക്കെ വളരെ സ്ലോയിൽ വേണം ആ മരണത്തിലേക്ക് ആ കുട്ടിയെ നയിക്കാൻ എന്ന് സുപ്രീം കോടതി പറഞ്ഞു. സഡൻ വിഡ്രോവൽ അത് വേദനപ്പെടുത്തും. എങ്കിലും ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്ക്, തുടക്കത്തിലൊക്കെ. പിന്നീട് ഇഞ്ചക്ഷൻ കൂടെ അത് ഫുഡ് കൊടുത്തുകൊണ്ടിരുന്നു. എങ്കിലും ജീവൻ്റെ തുടിപ്പ് ശരീരത്തിൽ 13 വർഷത്തോളം നിലനിന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഈ ഇപ്പോഴത്തെ സ്റ്റേജിൽ ആ കുട്ടി, കോടതിക്ക് ബോധ്യപ്പെട്ട ആ കുട്ടി സർവൈവ് ചെയ്യില്ല. മുന്നോട്ട് എത്ര വർഷം പോയാലും ഇതേ രീതിയിൽ പോകും. മാതാപിതാക്കൾ കടന്നുപോയി കഴിഞ്ഞാൽ കുട്ടിയുടെ ഉത്തരവാദിത്തം ആരാണ് ഏറ്റെടുക്കുന്നത്? എങ്ങനെ വന്നാലും ശരി, ദയാവധം അർഹിക്കുന്ന ഒരു കേസാണെന്ന് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ദയാവധം അനുവദിച്ചു. അടുത്ത 2 ദിവസത്തിനകം അറിയാം, സ്ലോ ഡെത്തായിട്ട് ആ യൂത്തനേഷ്യ നടപ്പാക്കും എന്ന് കരുതുന്നു.